ഹായ് ഓൾ, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10, 2025 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യം തന്നെ സെപ്റ്റംബർ 10 പ്രത്യേകതയാണ്. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറും തമിഴ്നാട് സ്വദേശിയുമാണ്. അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകമാണ്. തമിഴ്നാട്ടിലെ 3ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് ഏലത്തൂർ തടാകം. 1ാമത്തെ കേന്ദ്രം അരിട്ടപ്പട്ടി 2022 തിരഞ്ഞെടുത്തത്. 2ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം കാസംപട്ടി 2025 തിരഞ്ഞെടുത്തു. ലോകത്തിലെ പ്രശസ്ത ചലച്ചിത്ര മേളകളിലൊന്നായ വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്യുമെൻ്ററി ഐ ആം രേവതി സംവിധാനം ചെയ്തത് P. അഭിജിത്ത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ 26 സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് പ്രതിഷേധാത്മകമായി ജെൻസി വിപ്ലവം നടത്തിയ രാജ്യം നേപ്പാൾ. വിപ്ലവത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. ടർഫ് ബാറ്റിൽസ് എന്ന പുസ്തകം രചിച്ചത് K. അറുമുഖം. 2025 രാജ്യത്തെ ഏറ്റവും മികച്ച അഡ്വർടൈസിംഗ് പുരസ്കാരങ്ങളിലൊന്നായ ക്യൂറിയസ് ഡിസൈൻ യാത്ര റെഡ് എലിഫന്റ് പുരസ്കാരം നേടുന്ന കേരളത്തിലെ ആദ്യ വ്യക്തി മുഹമ്മദ് ഫർഹാൻ. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ചത് ചൈന. പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ചത് അമേരിക്കയാണ്. അയ്യങ്കാളി ജലോത്സവം. 1ാം തരം വള്ളങ്ങളുടെ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് കാക്കാമൂല ബ്രദേഴ്സ് ആണ്. 2ാം തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ 1ാമതെത്തിയത് ബ്ലൂ ബേർഡ്സ് കാക്കാമൂല. 3ാം തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ 1ാമത് കാക്കാമൂല പടക്കുതിര. കേരളത്തിലെ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബൗദ്ധിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നടപ്പാക്കിയിരുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ ഇൻഷുറൻസ് പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന ലോകത്തിൻ്റെ ഭക്ഷ്യഭാവി ഉറപ്പാക്കുന്നതിനായി നവീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉന്നതതല സമ്മേളനം ഏതാണ്? ഡയലോഗ് നെക്സ്റ്റ്. 2025 സെപ്റ്റംബറിൽ 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ദാദാഭായ് നവറോജി. 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂർ. മണിപ്പൂരിലെ ശിശുമരണ നിരക്ക് 3. വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളമാണ് 1ാം സ്ഥാനം. കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് 5. ജനന നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ. മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ്. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക്. വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് വായു സർവേക്ഷൺ പുരസ്കാരത്തിൽ 1ാം റാങ്ക് നേടിയത് ഇൻഡോർ, മധ്യപ്രദേശ്. 10 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിലാണ് ഇൻഡോർ 1ാമതെത്തിയത്. 2ാം സ്ഥാനം ജബൽപൂരിനും ആഗ്രയും സൂറത്തും 3ാം സ്ഥാനം പങ്കിട്ടു. 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനുമിടയിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ മഹാരാഷ്ട്രയിലെ അമരാവതി 1ാമതെത്തി. ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെബാസ്റ്റ്യൻ ലെകോർനു. പാർലമെൻറ്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബൈറോയെ സർക്കാർ പുറത്താക്കിയതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചത്.
ചെസ് ലോക ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ 16-കാരൻ അഭിമന്യു മിശ്ര ഫിഡെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിനെയാണ് തോൽപ്പിച്ചത്.